ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഈ വീടിന്റെ ഐശ്വര്യം ഇവിടെ വന്ന് കയറിയ മരുമോളാണെന്ന്. ഒന്ന് നാലാളറിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നത്, മറ്റൊന്ന് നമ്മളറിയാതെ വലിഞ്ഞു കയറി വന്ന ഒരെണ്ണം. ഇതിലേതാ സുമേ നീ ഉദ്ദേശിച്ചത്? സ്വാമിജി പറഞ്ഞത് ജിതേന്ദ്രന്റെ ഭാര്യ വിദ്യയെക്കുറിച്ചല്ല. ഈ വീട്ടിലേക്ക് വന്നു കയറിയ ഐശ്വര്യം വന്ദനയാണെന്നാ പറഞ്ഞത്. വന്ദന കാരണം ഈ തറവാട്ടിന് ഉന്നതയും ഉയർച്ചയും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സ് നിറഞ്ഞു. സ്വാമിജി പറഞ്ഞ അത് സത്യമാവും. അദ്ദേഹം പറഞ്ഞതൊന്നും ഫലിക്കാതെ പോയിട്ടില്ലെന്നല്ലേ ആളുകളൊക്കെ പറയുന്നത്. ജഗൻ കുറച്ച് പണമെടുത്ത് മറിച്ചതിന് ഇനി അവനെ കുറ്റം പറയാനൊന്നും നിൽക്കണ്ട. വന്ദനയുടെ അച്ഛന്റെ ഓട്ടോറിക്ഷ എടുത്തു കൊടുക്കാനല്ലേ ജഗൻ ആ പണം ഉപയോഗിച്ചത്. അപ്പൊ പിന്നെ അതിന്റെ പേരിൽ ജഗനെ വീണ്ടും വഴക്കു പറഞ്ഞ വന്ദനയ്ക്കത് വലിയ വിഷമാവും. വന്ദനയെ ഒരു രീതിയിലും വിഷമിപ്പിക്കാൻ പാടില്ലെന്നാ സ്വാമിജി പറഞ്ഞത്. കൊള്ളാം. ഏതായാലും എനിക്ക് നിന്റെ മനസ്സിലിരിപ്പറിയാൻ പറ്റി. അത് ഞാൻ സുമേ, ഞാൻ ഉണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് നമ്മുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത്. കാരണവന്മാരായിട്ടുണ്ടാക്കി വെച്ച സ്വത്തൊന്നും ഞാനായിട്ട് ഇതേവരെ എടുത്ത് ചമ്മാളിച്ചിട്ടില്ല. നീ മക്കളായിട്ട് 3 എണ്ണത്തിനെ പെറ്റല്ലോ, 2 ആണും 1 പെണ്ണും. നാളിതുവരെയായിട്ട് ഒരു ചില്ലിക്കാശിന്റെ പ്രയോജനം ചെയ്തിട്ടുണ്ടോ നിനക്ക്? അതുങ്ങളും 3 എണ്ണവും ഇല്ല. എല്ലാത്തിനും സപ്രപഞ്ചവും AC റൂമുകളും കൊടുത്തിട്ടുണ്ടല്ലോ നമ്മള്. തിന്നാനും കുടിക്കാനും എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ നീ? ഡ്രൈ ഫ്രൂട്ട്സും വൈറ്റമിനുകളൊക്കെ കഴിച്ച് എല്ലാം നല്ല ചുവന്ന് തൊടുത്ത് ആപ്പിള് കണക്കിരിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഞാനുണ്ടാക്കുന്ന പണം എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും, അവർക്ക് നാളെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണ്. അല്ലാതെ അവരുടെ അച്ഛന്മാരുടെ തന്തയ്ക്ക് അനുഭവിക്കാനുള്ളതല്ല. അതായത് മരുമക്കളുടെ തന്തമാർക്കുള്ളതല്ലെന്ന്. സ്വാമിജിയുടെ വാക്കുകൾ തെറ്റിച്ച എന്തെങ്കിലും ആപത്ത് വന്നാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ. സ്വാമിജിയുടെ വാക്കുകൾ തെറ്റിക്കാൻ പാടില്ല. നീ പറയുന്നതിലും കാര്യമുണ്ട് സുമേ. ഇനി ഞാനായിട്ട് ഈ പണത്തിന്റെ കാര്യം ആരോടും ചോദിക്കാനും പോകുന്നില്ല, പറയാനും പോകുന്നില്ല. തറവാട്ട് ക്ഷേത്രത്തേക്കാൾ വലുതല്ല ഒന്നും. ഒരു സ്വാമിജിയും കുറച്ച് അന്ധവിശ്വാസങ്ങളും. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. വന്ദന വളർന്നു കയറും. ഇത് പൊളിക്കണം, പൊളിച്ചേ പറ്റൂ. വന്ദനയാണ് ഈ വീടിന്റെ ഐശ്വര്യല്ലേ? അവളാണ് ഈ വീടിന്റെ ശാപമെന്ന് ഞാൻ പറയിപ്പിച്ചു തരാം.
വന്ദനേ, വന്ദനേ. അമ്മേ, ദാ വരുന്നു. ആ, അമ്മേ, മോള് പാല് കാച്ചിയില്ലേ? അച്ഛനുള്ള പാലല്ലേ? അത് കാച്ചി ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരിക്കാം. അത് നീ അച്ഛനെ കൊണ്ട് കൊടുത്തേക്ക്. അമ്മേ, അത് ഞാൻ കൊണ്ടു കൊടുത്ത അച്ഛനത് ഇഷ്ടപ്പെടില്ല. മോളെ, നീ തന്നെ കൊണ്ട് കൊടുത്താ മതി. അമ്മേ, നീയും വിദ്യയും ഒരുപോലെ ഈ വീട്ടിലെ മരുമക്കളാ. കാര്യം കല്യാണമായിട്ടൊന്നും നടന്നില്ലെങ്കിലും എന്റെ മോൻ ജഗന്റെ ഭാര്യയല്ലേ നീയും? ദേ, അവൻ കെട്ടിയ താലിയാ നിന്റെ കഴുത്തി കിടക്കുന്നത്. അമ്മേ, അതൊക്കെ ശരി തന്നെയാ. അമ്മയൊഴികെ മറ്റാരും എന്നെ അങ്ങനെ ഒരു കണ്ണിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴും ഞാൻ വലിഞ്ഞു കയറി വന്നവള് തന്നെയാ. ഇതൊരു പ്രത്യേകതരം വിഷവാ. പാല് പിരിയത്തുമില്ല, ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവത്തുമില്ല. അകത്തോട്ട് ചെന്ന അധിക സമയമൊന്നും ജീവൻ കിടക്കില്ല. മോളെ, ജഗന്റെ അച്ഛൻ കറ കളഞ്ഞൊരു രാഷ്ട്രീയക്കാരനാ. വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനുമാ. അന്ന് സ്വാമിജി വന്ന ശേഷം അദ്ദേഹത്തിന് നിന്നോടുള്ള പെരുമാറ്റത്തില് അല്പം അയവ് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിന്നെക്കുറിച്ച് അത്ര നല്ല വാക്കുകളല്ലേ സ്വാമിജി പറഞ്ഞത്? അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ കൊണ്ടുവന്ന് തന്നെ എനിക്കും തോന്നുന്നത്. എന്തായാലും പാല് മോള് തന്നെ കൊണ്ടു കൊടുക്ക്. ശരിയമ്മേ.